ജിനോ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുബായിയുടെ ഗ്രാൻഡ് സൂക്ക് എന്ന് പറയും. ദുബായിൽ സ്പൈസസ് സൂക്ക് എന്ന് പറയുന്നത്, ഇതിന് പേര് സ്പൈസസ് സൂക്ക് എന്നാണ് പറയുന്നത്. ഈ ഒരു സൂക്കിനോടനുബന്ധിച്ചാണ് നമ്മുടെ ദുബായിലെ ആദ്യത്തെ അമ്പലം ഇവിടുത്തെ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തേക്കുന്ന അമ്പലം ഉണ്ടാക്കാനും. അപ്പൊ ഇതിനുള്ളിൽ തന്നെയാണ് അമ്പലവും. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ? ഇവിടെ സ്പൈസസുകളൊക്കെയാണ്, കണ്ടില്ലേ? ഇവിടെ മൊത്തം കച്ചവടക്കാരാണ്. ഇതിന്റെ 10 ദിറംസ് ആണ് വില. ഇവിടെ 2 സൈഡിലുണ്ട്. ആളുകൾ നിരന്ന് നിന്ന് നമ്മളുടെ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ? വെള്ളം ഫ്രീ തന്നേക്കാണ് നമുക്ക്. കണ്ടില്ലേ? നമുക്ക് വെള്ളം ഫ്രീ തന്നു. ഇവിടെ ഓരോ കൗതുകപരമായ ഓരോ കാര്യങ്ങളും കണ്ടോ. കഫ്തീരിയാണ്. മലയാളികളുടെ ആണോ? മലയാളികളുടെയാണ്. കണ്ടോ? ഇവിടാണ് ടൂറിസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ ആദ്യമേ ഇവിടാണ് വരുന്നത്. ഇത് സൂക്ക് കാണാനാണ് ആദ്യമായിട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ നിർമ്മിതിയുടെ രീതിയിൽ തന്നെ അത് അവർ മെയിൻറ്റെയിൻ ചെയ്തു. പൊളിച്ച് ഇത് ചെയ്തു. പക്ഷെ അത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവർ പണിത്. ഇത് കണ്ടില്ലേ? പണ്ട് കാലത്തെ ആന്റിക് സാധനങ്ങളാണ്. കണ്ടില്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്, വാളും കാര്യങ്ങളും ഒക്കെ. സോ ഓക്കെ, നോ പ്രോബ്ലം. റൈറ്റ്, താങ്ക് യു. കാർപ്പറ്റുകളാണ് ഇവിടൊക്കെ. വളകളും പേഴ്സുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അമ്പലങ്ങളിലും ഒക്കെ വിസിറ്റ് ചെയ്ത് വരുന്നവര് ഒക്കെയാണ്. കണ്ടില്ലേ? ഇവിടെ കറുവാപ്പട്ട അങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട്. തുണികളാണ്. തുണികൾ ഇഷ്ടം പോലുണ്ട്. ഇവിടെയുണ്ട് എല്ലാവിധ സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ടുള്ള ടീഷർട്ടുകളെല്ലാം ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇതൊക്കെ കുന്തിരിക്കുവാണെന്ന് തോന്നുന്നു. ഇവിടെ സ്ത്രീകളുടെ പാവാടകളും സ്കേർട്ടുകളും ഒക്കെയാണ്. ഉണ്ടോ? ജാതിപത്രി എന്നൊക്കെ പറയാം. ഉണ്ടോ? ഇതൊക്കെ എന്തൊക്കെ ഒരുപാട് ഹെർബലായിട്ടുള്ള സാധനങ്ങളാണ്. ഉണ്ടോ? ഫുള്ള് തുണികളാണ്. और ये मैडम लाइट का सेम अब है। How are you? कैसे हो? ठीक है. हाँ, जस्ट ब्लॉग है. താങ്ക് യു. ചുരിദാറുകൾ കണ്ടില്ലേ? അത്തെ മുറ ശംഭോ. എപ്പോഴും ഈ ഏരിയയിൽ തിരക്കായിരിക്കും. കണ്ടില്ലേ? ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടില്ലേ? ഇതിനൊക്കെ നല്ല വിലയുള്ളതാണ്. കണ്ടില്ലേ? പരിപാടി ഉണ്ടല്ലോ.
മൊത്തം മലയാളികളാണ്. ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം സംസാരങ്ങൾ കേൾക്കും. കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പെർഫ്യൂമുകളുണ്ട്. എന്താ ദുബായിന്ന് എഴുതിയേക്കുന്ന, നമ്മൾക്ക് ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ കൂടുതലും വന്നിട്ട് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മുടെ ദുബായിന്ന് എഴുതിയേക്കുന്ന പ്രിന്റ് ചെയ്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. തുണികള്, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. കണ്ടോ, ഫ്രഷ് ജ്യൂസുകൾ, പഴയ കാലത്തെ എക്സ്ചേഞ്ച് ആണ്. കണ്ടോ, ഇതൊക്കെ ആ ഒരു ഡ്രസ്സിന്റെ സ്റ്റൈലാണ്. കണ്ടില്ലേ ഈ ഡ്രസ്സുകൾ, കണ്ടോ എന്തുമാത്രം, കണ്ടോ മൊത്തം മുത്തുകളുടെ ഒരു ഇതാണ്. ഇവിടുത്തെ കരകൗശല വസ്തുക്കളൊക്കെ കണ്ടില്ലേ, ഇതെന്താ യെല്ലോ, ഇത് കണ്ടില്ലേ വെളുത്ത ഒരു സാധനം, കൊമ്പിന്റെ ചെരുപ്പുകൾ കണ്ടില്ലേ. मशवरा है कि तो जाके लेफ्ट से जाएंगे शाम तो फिफ्थ से हमाया तमाम बेस। അപ്പോൾ ഇതിങ്ങനെ ഈ വഴി നേരെ പോയി അവസാനിക്കുന്നത് നമ്മളുടെ ദുബൈയിലെ ഫസ്റ്റ് അമ്പലത്തിലേക്കാണ്. പണ്ട് ഇവിടെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വേറൊരു സ്ഥലം ഇത് ഗവൺമെന്റ് അനുവദിച്ച കാരണത്താല് അമ്പലങ്ങൾ ഷിഫ്റ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഷിഫ്റ്റ് ആയെന്ന് അറിയത്തില്ല. കാര്യം അവിടെ ഇപ്പോഴും പൂക്കളുടെയൊക്കെ വിൽപ്പനകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനർത്ഥം പഴയ ആ അമ്പലം ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയതായിട്ടുള്ള അമ്പലം കുറച്ചങ്ങോട്ട് മാറിയുണ്ട്. നമ്മള് പിന്നെയും പോവാണ്. കണ്ടില്ലേ സ്പൈസസ്, പിന്നെ അത്തറുണ്ട് ഇവിടെ, ഉണ്ടോ. ഇതിന്റെ പേരുകളൊന്നും നമ്മളോട് ചോദിക്കരുത്. इसका नाम मुझे मत पूछो, बराबर है ना. इतना सारा आइटम मुझे मालूम नहीं है. സ്പൈസസ് പൂര സ്പൈസസ്. പുള്ളി പാകിസ്ഥാൻകാരനാണ്. പുള്ളി പറഞ്ഞ സ്പൈസസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. സ്മോക്ക് ലെമൺ പൗഡർ, ടെർമറിക് പൗഡർ. ടെർമറിക് പൗഡർ ഒക്കെ അറിയാം. ഇത് കംപ്ലീറ്റ് ഹെർബൽ ഐറ്റംസുകളാണ്. ഓക്കെ, ശുക്രിയ. कितना गर्मी है भाई, बहुत गर्मी. അപ്പോൾ നമ്മൾ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ സൈഡുകളെല്ലാം തുണികളും, കണ്ടേ എന്തുമാത്രം തുണികൾ കണ്ടില്ലേ. ഇത് മൊത്തം മുത്തിന്റെ പരിപാടികളാണ്. കണ്ടില്ലേ, കണ്ടില്ലേ. ഓ, ഇവിടെ കണ്ടില്ലേ മൊത്തം മുത്തിന്റെ കളികളാണ്. കണ്ടില്ലേ, കണ്ടോ മൊത്തം മുത്തിന്റെ വർക്കുകളാ. കണ്ടോ, കണ്ടോ മൊത്തം തിളങ്ങാണ്. ഇവിടെ കരിമ്പുണ്ട്, കരിമ്പിൻ ജ്യൂസ്, ബദാം ജ്യൂസ്, പിന്നെ നമ്മുടെ ദുബൈയുടെ പേരെഴുതിയ ടീഷർട്ടുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്പോർട്സിൻ്റെതായിട്ടുള്ള റൊണാൾഡോയും അങ്ങനെയൊക്കെയുള്ള ആവേശങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് വാങ്ങിക്കാം. നമ്മുടെ പഴയ മഞ്ചാടിക്കുരുവാണ്, മഞ്ചാടിക്കുരു.
叫他叫夫。我记得就是小孩让我绝望，你知道吧？ഇത് നേരെ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രീക്ക് എന്ന് പറയും. ഇതിന് ദീറ ക്രീക്ക് എന്നാണ് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു കനാലാണിത് ദുബൈയിൽ. അതായത് ഇവിടുത്തെ ദീറയും ബർദുബായിയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു കനാലാണ്. അപ്പൊ ഈ കനാലിന് എപ്പോഴും ആളുകള് യാത്ര ചെയ്യുന്നത്, ഇവർക്ക് വേണമെങ്കിൽ പാലം ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ്, പക്ഷെ അവരെപ്പോഴും യാത്ര ചെയ്യുന്നത്, റോഡുകളുണ്ട് പക്ഷെ എങ്കിലും അവര് പഴമ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവര് ബോട്ടാണ് അവര് ഇപ്പോഴും ഇത് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം നമ്മുടെ തടിയുടെ ചങ്ങാടങ്ങളാണ്. പിന്നെ അപ്പുറത്തായിട്ട് മാറി ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ കിളികളൊക്കെ കണ്ടില്ലേ. ഇവിടെ എല്ലാം തുണികളുടെ ഇതാണ്. ഉണ്ടോ, നമ്മൾ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ സ്ഥലം ഇതാണ്. രസമാണത്, നല്ല ചൂടാണ്. നമ്മളിപ്പോലെ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീക്കാണ്. ക്രീക്കില് നമ്മുടെ ബോട്ടുകളൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ ബോട്ടുകളാണ്. കണ്ടില്ലേ, ബോട്ടുകളിൽ ആളുകൾ സവാരി ചെയ്യുന്നു. അപ്പം കണ്ടോ, ഇവിടെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ നമുക്കിവിടെ പ്രാവുകളുണ്ട്. പ്രാവുകൾ കണ്ടില്ലേ, ഇത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു സൂക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഒരു സൂക്കും കൂടെ ഉണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു ബോട്ടാണ്. കണ്ടില്ലേ, വലിയ ബോട്ടാണ്. ഇതിവിടെ എപ്പോഴും കാണും. ഈ ഒന്ന് രണ്ട് ബോട്ടുകൾ എപ്പോഴും ഈ ഒരു സൈഡിൽ എപ്പോഴും പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. ചില സമയത്ത് അതിൽ കൂടുതലും കാണും ബോട്ടുകളെ. അപ്പൊ അതൊക്കെ ഈ പ്രൈവറ്റ് ഇവിടുത്തെ ലോക്കൽസിന്റെ ഒക്കെയാണ്. ഇതെല്ലാം ടൂറിസത്തിനോടനുബന്ധിച്ചുള്ള ഇതാണ്. ഇതെല്ലാം നമുക്ക് റെന്റായിട്ട് കിട്ടുന്നതാണ്. ഇതെല്ലാം റെന്റായിട്ട് കിട്ടുന്നതാണ്. ഇതാണ് നങ്കൂരം. ഇവിടെയാണ് നമ്മുടെ ഈ ബോട്ടുമായിട്ട് കെട്ടിയിട്ടേക്കുകയാണ്. കണ്ടില്ലേ, ഇതിനെ ഇവിടെ ഈ വലിയ കയറിട്ടിട്ട് കെട്ടി വെച്ചേക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാം അത് സൈഡ് ഇടിച്ച് അതിന് പോറൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബലൂൺ പോലുള്ള സംഗതികളെല്ലാം അവർ വെച്ചേക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതെല്ലാം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടൊക്കെ ഇതുപോലൊക്കെ അവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇത് സബീൽ ദുബായ് എന്നാണ് ഇതിന്റെ പേര്. സബീൽ ദുബായ് ഉണ്ടോ, സബീൽ ദുബായ്. ഇതിനകത്ത് ബെഡ്റൂമുകള്, AC, എല്ലാ പരിപാടികളും ഉണ്ട്. ഇതിനകത്ത് എല്ലാ സർവ്വവിധ ഇതൊക്കെ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മുടെ ടൂറിസം പർപ്പസ്. ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ ഏണിയാണ്. നമ്മളിത് പുറത്തേക്ക് വരാനും പോകാനും ഇവിടെ വെച്ചിട്ട് കണ്ടില്ലേ, ഇതൊക്കെ അതിന്റെ ഏണികളാണ്. അപ്പം അതിന് മുകളിൽ വേറെ ഡെക്കുണ്ട്. നമുക്ക് പാർട്ടികളും ഒക്കെ നടത്താനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഇതാണ്. നമുക്ക് ഒരു 10-20 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റെന്റിനെടുത്തിട്ട് നമുക്ക് ഓരോ ആഘോഷ പരിപാടികളൊക്കെ നടത്താം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ദുബായ്. ഇത് ഗവൺമെന്റിന്റെ കേട്ടോ, ഗവൺമെന്റിന്റെ ബോട്ടാണ്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ സ്പൈസ് മാർക്കറ്റ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നല്ല നിങ്ങളുടെ ബന്ധുക്കാരോ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഷെയർ ചെയ്യുന്നവരോടെല്ലാം പറയണം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, മറക്കരുത് കേട്ടോ. അത് പ്രത്യേകം ഓർക്കണം. പിന്നെ നമ്മൾ ബെൽ ബട്ടൺ അമർത്തിയാലേ ഇനി പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമേ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരും.